മക്കളുണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് അതുപോലെ ഉണ്ടാവണം എന്നല്ലേ. അങ്ങനത്തെ 2 മുതലുകളാണ് കേട്ടോ എൻ്റെ കുഞ്ഞിക്കിടങ്ങൾ. ഓരോ കൂടെ പുറത്ത് പോയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. വെക്കേഷന് പോയതാണ് കേട്ടോ. ഞാനൊന്ന് ഗാലറി ക്ലിയർ ചെയ്ത് നോക്കിയപ്പോൾ ഈ വീഡിയോ കുറേ ചിരിക്കാനുള്ള വകകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ. ക്ഷമ എന്താണെന്ന് ഞാൻ പഠിച്ചതിൻ്റെ മക്കളിൽ നിന്നാണ് കേട്ടോ. കാരണം ഓരോ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടത്തി കൊടുത്തല്ലാതെ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ ഞങ്ങൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഈ പാർക്ക് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു അതിങ്ങനെ റോട്ടിൽ നിന്ന് കാണുമ്പോൾ കുറച്ച് ഏരിയുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ പൈസയും പോയി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാതെ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയിരുന്നു. എൻ്റെ അമ്മക്ക് ഞങ്ങൾ 4 മക്കളാണ് കേട്ടോ. അതിൽ എൻ്റെ അമ്മാനെ ഏറ്റവും കൂടുതൽ ഇടങ്ങാറാക്കിയെന്ന് വൃത്തികെട്ട അലവലാതി ഞാനാണ് അത്ര. അപ്പോൾ അത് എനിക്ക് കണ്ടറിഞ്ഞിട്ട് 8ൻ്റെയും 18ൻ്റെയും പണി തന്നതാണോ ഇവർ രണ്ടാളെ വെച്ചിട്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങളില്ലാത്ത സമയത്ത് വീടിൻ്റെ ഉള്ളിൽ ഒരു ഉറങ്ങിയ അവസ്ഥയായിരിക്കും, മഴ പെയ്ത് തോർന്ന പോലെ ആയിരിക്കും എന്നൊക്കെ അമ്മ പറയാറുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട്? കുട്ടികളായതിൻ്റെ ഇൻഷുവിൻ്റെ പോലെ 110 ഇൻഷുവിന് എന്തൊരു ധൈര്യമാണ് എന്നറിയോ. ഹോ, എന്താണ് ആ ക്യൂട്ട്നെസ് നോക്കി നോക്ക്. അടിപൊളിയായിട്ടില്ല നിൽക്കണത്. മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ എവിടത്തെ ഇൻഷുവിന് പേടില്ല എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ. അങ്ങനെ നല്ലൊരു കുട്ടിയാണ് കേട്ടോ ആ കുട്ടി. അതിന് നമുക്ക് അടുത്ത പരിപാടി പോയിട്ട് പേടിക്കട്ടോ. ഇതിൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ കൊത്തി തിന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ ഈ ഡ്രസ്സിൽ നിന്നൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കായിരിക്കും. നീനന് മെയിനായിട്ട് ഉപ്പും മുളകും കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരു ചാഞ്ചാട്ടുണ്ട് കേട്ടോ. ഇനി വയറിളകി കിടന്നാലും വേണ്ടില്ലോ, അത് മൊത്തം വാങ്ങി കഴിക്കൂട്ടോ. ഒപ്പം ഞാനും കൂടുന്നുണ്ട്. എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എന്നാലും ഞാൻ ചെറുതായിട്ടൊക്കെ കഴിച്ചോക്കി. നെല്ലിക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചെടി ഏത് വർഗ്ഗത്തിൽപ്പെട്ടാന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇതിന്നൊരു വള്ളി ഇങ്ങനെ തൂങ്ങി നിൽക്കുക കേട്ടോ. ചെറിയൊരു കമ്പി കിട്ടിയാൽ നട്ടു നോക്കാമെന്നുണ്ടാവും അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് പറിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ മൊത്തം CCTV. അപ്പം ഞാൻ എടുത്തില്ല. ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് ഓടുന്ന ഒരു ബോട്ട് കേട്ടോ. ഇങ്ങോട്ട് ചവിട്ടുമ്പോൾ അങ്ങോട്ട് പോണ്. ഞങ്ങൾ കടന്നിങ്ങനെ വട്ടത്തിൽ കറങ്ങി എന്താ ചിരിച്ച് ഉപ്പാട് ഇളകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ട്രിക്കാണ് കൊടുത്താൻ കിട്ടിയപ്പോൾ പിന്നെ ഫുള്ള് മെയിൻ ആയിരുന്നു കേട്ടോ. പിന്നെ ഫുള്ള് വീഡിയോ എടുക്കലും ചവിട്ടി കൂട്ടലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഫ്രണ്ടിലേക്ക് ഇരുന്ന് കുട്ടികളെ ബാക്കിക്കായി. അപ്പോൾ സംഭവമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്തു കേട്ടോ.